ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ഈ പ്രതിരോധ ഷോ അത് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ അത് കാണാൻ പറ്റുന്നവരൊക്കെ പോകണം. നാളെയും മറ്റന്നാളും പൊതുജനങ്ങൾക്ക് ആയിട്ട് അത് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് ബംഗളൂരുവിൽ നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ എയർ ഇന്ത്യ എയർ ഷോ ഇന്ന് 3-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. വ്യോമാഭ്യാസ പ്രകടനത്തിനൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നായി എത്തിയ പ്രതിരോധ കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കുന്ന സെമിനാറുകളും ഇന്ന് ഉണ്ടാകും. നാളെയും മറ്റന്നാളും എയർ ഷോ കാണാൻ പൊതുജനങ്ങൾക്ക് അനുവാദമുണ്ടാകും. അഞ്ചാം തലമുറ പോർവിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ തന്നെയാണ് എയർ ഷോയുടെ മുഖ്യ ആകർഷണം. റഷ്യൻ നിർമ്മിത സുഖോയ് 57, അമേരിക്കയുടെ F-35 എന്നീ പോർവിമാനങ്ങൾ ഒരുമിച്ചെത്തുന്നത് എയ്റോ ഇന്ത്യയുടെ 15-ാം പതിപ്പിന്റെ പ്രധാന പ്രത്യേകതയാണ്. സൂര്യകിരൺ ടീമിന്റെ എയറോബാറ്റിക് സ്റ്റണ്ടും ഇന്ത്യൻ വ്യോമസേനയുടെ മറ്റ് പോർവിമാനങ്ങൾ വിണ്ണിലൊരുക്കുന്ന ചടുലതയും ഇതിനകം കാണികളുടെ മനം കവർന്നു. വ്യോമാഭ്യാസ പ്രകടനത്തിനൊപ്പം ലോകത്തിന്റെ വിവിധ കോണുകളിലെ പ്രതിരോധ കമ്പനികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സെമിനാറുകളും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കുന്ന വിവിധ തലങ്ങളിലെ ചർച്ചകളും പുരോഗമിക്കുകയാണ്. പ്രതിരോധ രംഗത്തെ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മറ്റ് പ്രദർശനങ്ങളും എയ്റോ ഇന്ത്യയുടെ ഭാഗമായുണ്ട്. രാജ്യത്തിന്റെ കരുത്ത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് ഇന്ത്യ. ഇതിലൂടെ പ്രതിരോധ രംഗത്തെ ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കാൻ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. 24 ബംഗളൂരു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ഷോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ മോർണിംഗ് വാക്കിലാണല്ലോ. ആർ ശ്രീകണ്ഠൻ നായരും സംഘവും അങ്ങ് ബംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എയ്റോ ഇന്ത്യയിൽ നിന്നാണ് ഇന്നത്തെ മോർണിംഗ് ഷോ ഉണ്ടാവുക. പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കും. അപ്പോൾ പ്രജൻസെ കാണാൻ എവിടെയെന്ന് ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്. ബംഗളൂരുവിലുണ്ട്. പ്രജന ഈ എയ്റോ ഷോയുടെ ഭാഗമായിട്ട് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വിമൻസ് ഈവനിങ്ങിലൊക്കെ നമ്മൾ പ്രജനെ കൊണ്ടുവന്നിരുന്നു. പ്രജന എയ്റോ ഷോയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പൂപ്പറമ്പയുണ്ട്, നമ്മുടെ മറ്റു ടീം അംഗങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ മോർണിംഗ് ഷോ ഇന്ന് പൊളിക്കും. 7 മണി മുതലാണ് കാത്തിരിക്കുക.